ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെയർ കെയർ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അതായത് 7, 8, 9 ദിവസത്തെ റുട്ടീനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഡേ 7 എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. ഡേ 7 ഒറ്റസംഖ്യ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരു പാക്ക് ചെയ്ത് കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പ്രോട്ടീൻ പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡേ 5 തണുപ്പൊക്കെ ആയതുകൊണ്ട് വലിയ ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രോട്ടീൻ പാക്ക് ഞാൻ അന്ന് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് പത്തനംതിട്ടയിലാണ്. ഇവിടെ കുറച്ച് മഴ കുറവുണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ തണുപ്പ് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രോട്ടീൻ പാക്ക് ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് അതിനായിട്ട് എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. അപ്പം പാക്കിന് വേണ്ടി ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. കുറച്ച് പഴുത്ത പഴവും ഇച്ചിരി കറുത്തതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഏത്തപ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ റോബസ്റ്റ എടുക്കാം. റോബസ്റ്റ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുപഴമാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ഞാൻ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ മെയിനായിട്ട് പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കുമ്പോൾ കൂടുതലും എടുക്കാറുള്ളത് ഏത്തപ്പഴം തന്നെയാണ്. ഏത്തപ്പഴം നമ്മുടെ മുടി ഒന്ന് സ്മൂത്ത് ആകാനായിട്ട് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ഡ്രൈനെസ് വലുതായിട്ട് നമ്മുടെ മുടിയിൽ അഫക്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഏത്തപ്പഴം തന്നെ പ്രിഫർ ചെയ്യാറുള്ളത്. ഒരു ഏത്തപ്പഴം മൊത്തമായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൂടെ എടുക്കാറുള്ളത് ചെമ്പരത്തിപ്പൂവാണ്. എനിക്ക് ഹെയർ പാക്ക് ചെയ്യുമ്പോൾ ചെമ്പരത്തിപ്പൂ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ ചെമ്പരത്തിപ്പൂ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 7-8 എണ്ണം ഉണ്ട്. അതിൻ്റെ ഇതുകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തണുപ്പൊക്കെ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ചെമ്പരത്തിപ്പൂ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ തണുപ്പ് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ചെമ്പരത്തിപ്പൂ എടുത്തേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഡ്രൈനെസ് ഇല്ലേ, മുട്ട ഉപയോഗിക്കുമ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അലോവേറയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലോവേറ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങയോ ചേർക്കാവുന്നതാണ്. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ തൈര് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പ്രോട്ടീനാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട, ഇത് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് എനിക്ക് ഒരു മുട്ട മതിയാവും. ഞാനത് അതിൻ്റെ വെള്ള മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മളുടെ ഏത്തപ്പഴവും ചെമ്പരത്തിപ്പൂവും മുട്ടയും അലോവേറയും എല്ലാം മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നന്നായിട്ട് അരിച്ചെടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്ത് കാണിച്ചു തരാവേ. അങ്ങനെ ഇത് അരിച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് നല്ലൊരു ക്രീമി ഫോമിൽ നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, മുടി ഒന്ന് പാർട്ടീഷൻ ചെയ്ത് എല്ലായിടത്തും ആകുന്ന രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിലും മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക. മുടി മൊത്തമായിട്ട് തേക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നേരം വയ്ക്കുക. 15 മിനിറ്റ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് പാക്ക് നന്നായിട്ട് തലേന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതായിരുന്നു ഡേ 7 ഒരു ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ നമ്മളുടെ മുടി വളരാനുള്ള പ്രോട്ടീനും പിന്നെ മുടി സ്മൂത്ത് ആകുകയും പിന്നെ മുടിയിലെ അഴുക്കൊക്കെ പോകാനും എല്ലാത്തിനും കൂടെ ഉള്ള പരിഹാരമായിട്ടാണ് ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടെ കണ്ടു നോക്കുക കേട്ടോ.
അടുത്തത് വന്നിട്ട് നമ്മളുടെ ഡേ 8 ആണ്. ഡേ 8 നമ്മളൊന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നില്ല. മോർണിംഗ് ഹെയറും രാവിലെ ഒന്ന് മുടിയൊക്കെ കളഞ്ഞൊന്ന് കെട്ടി വയ്ക്കുക. വൈകിട്ടും അതുപോലെ തന്നെ ചെയ്യുക. മുടി കഴുകുന്നവരാണെങ്കിൽ കഴുകാം, അല്ലാത്തവർ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്താൽ മാത്രം മതിയാവും. ഡേ 8 നമ്മൾ പ്രോട്ടീൻ ചെയ്ത മുടിയെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഡേ 9 നോക്കാം. ഡേ 9 എന്ന് പറഞ്ഞാൽ നമ്മളുടെ 8 ദിവസത്തെ ഒരു ഹെയർ കെയർ കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഒന്നേന്ന് തന്നെ തുടങ്ങുകയാണ്. അതായത് ഒരാഴ്ച പാക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തു. അപ്പം 9ാമത്തെ ദിവസം നമ്മൾ മുടി വീണ്ടും ക്ലീൻ ആക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരാഴ്ചത്തെ അഴുക്കും ഒക്കെ കാണുമല്ലോ. അപ്പം ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്ത് ഷാമ്പൂ ഒക്കെ ചെയ്ത് നമ്മൾ മുടി ക്ലീനാക്കി കണ്ടീഷനാക്കി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിവിടെ എണ്ണയൊക്കെ തണുപ്പായതുകൊണ്ട് ഉറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഞാനിന്ന് തേക്കുന്നില്ല, കാരണം ഒരാഴ്ച നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് വലിയ ചെളിയൊന്നുമില്ല. അപ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഷാമ്പൂ ആണെങ്കിലും മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എണ്ണ ചൂടാക്കി എടുത്തുകൊണ്ട് തന്നെ ഇനി ഡബിൾ ബോയിലിംഗ് ഒന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് നമുക്ക് എന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് എണ്ണ എത്രയാണ് അളവൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ആദ്യം മുടി പാർട്ടീഷൻ ചെയ്ത് മുടിയിൽ ചെട കെട്ടിയതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് എണ്ണ തേക്കാനായിട്ട് തുടങ്ങാം. എപ്പോഴും എണ്ണ തേക്കുമ്പോൾ മുടിയിലെ ജട മൊത്തമായിട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ എണ്ണ തേക്കാനായിട്ട്. എണ്ണ തേച്ചിട്ട് മുടി ചീവാതിരിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് മസാജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നന്നായിട്ട് മുടി ചീകി മുടിയുടെ കെട്ടൊക്കെ കളയണം. അതിനുശേഷം നമുക്ക് സ്കാൽപ്പിലും മുടിയിലെ എൻഡിലായിട്ടുമൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം. സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ തേക്കുക. അതിനുശേഷം മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക. മുടി ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് എണ്ണ തേക്കുക. മുടിയുടെ തുമ്പത്തും ഒക്കെ ആയിട്ട് നന്നായിട്ട് എണ്ണ തേച്ചതിന് ശേഷം ചെറിയൊരു മസാജ്. അപ്പം നന്നായിട്ട് തന്നെ മുടിയിൽ സെക്ഷനായിട്ട് എടുത്ത് മുടിയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നന്നായിട്ട് എണ്ണ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഒരുപാട് അമർത്തിയല്ല, മൈൽഡായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഷാമ്പൂ ഉപയോഗിച്ച് ചെളി കളഞ്ഞിട്ട് പിന്നെ കണ്ടീഷണർ ഉപയോഗിച്ച് മുടി ഒന്ന് കണ്ടീഷൻ ചെയ്ത് മുടി നല്ല വൃത്തിയിൽ ഉണക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് ഡേ 9 ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 3ാമത്തെ ഹെയർ കെയർ സീരീസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്